എൻ എസ് സിയിലെ ഇൻഡെക്സും ഇൻഡിസീസും ഒക്കെയാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻഡെക്സ് എന്താണ്, ഇൻഡിസീസ് എന്താണ്, പിന്നെ ഇൻഡെക്സ് കൺസ്ട്രക്ഷൻ, അതിലുള്ള സ്റ്റോക്കുകളെല്ലാം എന്തൊക്കെയാണ് ഓരോ ഇൻഡെക്സുള്ളത്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇത് പ്രധാനമായിട്ടും നമ്മൾ എൻ എസ് സിയുടെ ഇൻഡെക്സുകളാണ് നോക്കുന്നത്. അപ്പോൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കളക്ഷൻ ഓഫ് സ്റ്റോക്കിൻ്റെ ഒരു ഇൻഡിക്കേറ്ററായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻഡെക്സ് ദാറ്റ് മെഷർ ദ പെർഫോമൻസ് ഓഫ് എ കളക്ഷൻ ഓഫ് സ്റ്റോക്സ്. ഒരു സൂചികയാണത്, ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണിത്. മാർക്കറ്റിൻ്റെ മൊത്തത്തിലോ അല്ലെങ്കിൽ ഓരോ സെക്ടറിലും അല്ലെങ്കിൽ ഒരു സെഗ്മെൻറ്റിലും ഉള്ള മാറ്റങ്ങൾ നമുക്ക് ഈ ഇൻഡെക്സ് വഴി അല്ലെങ്കിൽ ഈ ഒരു ഇൻഡെക്സ് വഴി നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻഡെക്സ് അത് ഇൻഡിസസ് കൊണ്ട് നമുക്ക് കുറച്ച് പ്രയോജനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇതിനകത്ത് നോക്കാം. ആദ്യം തന്നെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടുത്തെ അറിയപ്പെടുന്ന ഇൻഡെക്സാണ് സെൻസെക്സ്. അതിനകത്തൊരു 30 വലിയ സ്റ്റോക്കുകളുണ്ട്. ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള കമ്പനികളുടെ 30 സ്റ്റോക്കുകൾ ഉണ്ട്. അത് ബേസ്ഡാണ്. അപ്പോൾ BSEയുടെ പൾസസ് എല്ലാം മോണിറ്റർ ചെയ്യുന്നത് അതുകൊണ്ടാണ്. സെൻസെക്സ് ഉണ്ട്, ഈ 30 സ്റ്റോക്കുണ്ട്. അപ്പോൾ NSEയുടെ കേസ് വരുമ്പം നിഫ്റ്റി 50 എന്ന് പറയും നമ്മൾ. അപ്പോൾ അതിനകത്ത് 50 കമ്പനികളുണ്ട്. അതിൻ്റെ മൂവ്മെൻറ്റുകളും അതിനകത്ത് വരുന്ന ലാഗിങ് അല്ലെങ്കിൽ ലീഡിങ് കോൺട്രിബ്യൂഷൻ ഓരോ സ്റ്റോക്കുകളുടെ അതെല്ലാം കണക്ക് കൂട്ടിയിട്ടാണ് ഈ നിഫ്റ്റി 50 കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് മാർക്കറ്റിൻ്റെ ഏകദേശം ഒരു ക്ലിയർ പിക്ചർ നമുക്കതിൽ നിന്ന് കിട്ടും, ഈ ഇൻഡെക്സുകളിൽ നിന്ന് കിട്ടും. ഇപ്പം നമുക്ക് അടുത്ത് നോക്കാം. ഈ ഇൻഡെക്സ് എന്ന് പറയുമ്പം ഒരു നമ്പറാണ്. ഇപ്പം 30 സ്റ്റോക്കിൻ്റെ സെൻസെക്സിൻ്റെ കേസ് എടുക്കാൻ 30 സ്റ്റോക്കിന് ഡെറൈവ് ചെയ്തെടുക്കുന്ന ഒരു നമ്പറാണ് നമ്മൾ കാണുന്നത്. നിഫ്റ്റിയുടെ കേസ് വരുമ്പോൾ 50 സ്റ്റോക്കിൽ നിന്ന് ഡെറൈവ് ചെയ്തെടുക്കുന്ന ഒരു നമ്പറാണ്. അപ്പോൾ ഈ ടോട്ടൽ മാർക്കറ്റിൻ്റെ ഓരോ സെഗ്മെൻറ്റിലുള്ള ഇൻഡെക്സുകളും ഓരോ ഒരു നമ്പറായിട്ടാണ് നമ്മളെ അത് കാണിക്കുന്നത്. ഇൻഡിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് ഇൻഡെക്സുകളെ നമ്മൾ പറയുമ്പം ഇൻഡിസസ് ഉൾപ്പെടുത്തും. അപ്പം നിഫ്റ്റി ഓട്ടോ ഒരു ഇൻഡെക്സാണ്, നിഫ്റ്റി ഹെൽത്ത് കെയർ ഒരു ഇൻഡെക്സാണ്. അപ്പം സെക്ടോറിയൽ ഇൻഡിസസ് എന്ന് പറയുമ്പം ഇതെല്ലാം ഇൻക്ലൂഡ് ആകും. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഇൻഡെക്സുകൾ, സ്റ്റോക്ക് ഇൻഡെക്സുകൾ നമ്മൾ ഉൾപ്പെടുത്തി പറയുമ്പോഴാണ് നമ്മൾ ഇൻഡിസസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. ഇൻഡെക്സിൻ്റെ നിഫ്റ്റിയുടെ ഇൻഡെക്സസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റൽ വെയ്റ്റഡ് മെത്തേഡ് എന്ന് പറയുന്ന രീതിയിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ സ്റ്റോക്സ് ഇൻ ദാറ്റ് ഇൻഡെക്സ് റിലേറ്റഡ് ടു എ ബേസ് പീരിയഡ് വാല്യൂ. അതുപോലെ ഇത് കാൽക്കുലേഷന് വേണ്ടി വേണ്ടത് ഒരു ബേസ് പീരിയഡ് വാല്യൂ ഉണ്ട്. അത് 1995 ഒരു നിഫ്റ്റിയുടെ ഒരു വാല്യൂ ഉണ്ട്. അതിലോട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യുന്നത്. അപ്പം മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ക്യാപിറ്റലേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ വാല്യൂ ഓഫ് ദ കമ്പനി ഷെയർസ് ഹെൽഡ് ബൈ ഓൾ ഇൻവെസ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് ഇറ്റ്സെൽഫ്. അപ്പോൾ ഈ മൊത്തത്തിലുള്ള സ്റ്റോക്കിനെ കറണ്ട് വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാർക്കറ്റിൻ്റെ മൊത്തത്തിലുള്ള മാർക്കറ്റ് ക്യാപ്പ് നമുക്ക് കിട്ടും. ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രൊമോട്ടറുടെയും അല്ലെങ്കിൽ ഗവൺമെൻറ് ഷെയ്ക്കുകൾ അങ്ങനെയുള്ളതൊന്നും കാണത്തില്ല. പബ്ലിക്ലി ട്രേഡ് ചെയ്യുന്ന ട്രേഡിംഗ് സ്റ്റോക്കുകൾ, നമ്പർ ഓഫ് ട്രേഡിംഗ് സ്റ്റോക്കുകൾ അവൈലബിൾ ആയിട്ടുള്ള പബ്ലിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകളിനെ മാർക്കറ്റ് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപ്പ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ മാർക്കറ്റ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഷെയർസ് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ്, അതിനകത്ത് പ്രൊമോട്ടർ സ്റ്റേക്ക് ഉണ്ട്, ഗവൺമെൻറ് സ്റ്റേക്ക് ഉണ്ട്, മറ്റേ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിച്ചു വെച്ച ഷെയറുകൾ, എല്ലാ ഷെയറും ഇൻക്ലൂഡഡ് ആണ്. ഈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് ആണ് ഈ കാണിക്കുന്നത്. അതിനെ കറണ്ട് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ മാർക്കറ്റ് ക്യാപിറ്റൽ കിട്ടുന്നത്. ഫ്രീ ഫ്ലോട്ട് വരുമ്പോൾ മാർക്കറ്റ് ക്യാപ്പിനെ ഒരു ഇൻവിസിബിൾ വെയിറ്റ് ഫാക്ടർ ഉണ്ട്, അതായത് ഫ്ലോട്ട് ഫാക്ടർ എന്ന് പറയും, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് പബ്ലിക്ലി ട്രേഡിംഗ് ഷെയർസ് മാത്രമേ ഉള്ളൂ. പ്രൊമോട്ടർ ഹോൾഡിങ്സ് അങ്ങനെയുള്ള പോർഷൻ ഇതിനകത്ത് വരികയില്ല. ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റൽ എന്ന് വെച്ചാണ് അതിൽ നിന്ന് കണ്ടുപിടിക്കുന്ന മാർക്കറ്റ് ക്യാപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ. ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുമ്പം കറണ്ട് മാർക്കറ്റ് വാല്യൂ നമ്മൾ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് പിന്നെ ഇൻഡെക്സ് വാല്യൂയിലോട്ട് എത്തുമ്പം കറണ്ട് മാർക്കറ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ബേസ് മാർക്കറ്റ് ക്യാപിറ്റൽ, അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇൻഡെക്സിൻ്റെ വാല്യൂ കിട്ടും. അങ്ങനെയാണത് കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇൻഡിസസ് NSEയിൽ ട്രേഡ് ചെയ്യുന്ന ഇൻഡെക്സുകൾ, ഓരോ സെഗ്മെൻറ്റിലും ട്രേഡ് ചെയ്യുന്ന ഇൻഡെക്സുകളുടെ കൂട്ടമാണ് അത് ഇൻഡിസസ് എന്ന് നമ്മൾ പറയുന്നത്. എലിജിബിൾ ഫോർ ഡെറിവേറ്റീവ് ട്രേഡ്സ്, ഡെറിവേറ്റീവ് ട്രേഡിനായിട്ട് എലിജിബിൾ ആയിട്ടുള്ള കുറേ
ഇൻഡെക്സുകളുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം ആദ്യം. ഇപ്പം നിഫ്റ്റി 50 ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് നിഫ്റ്റി 50 ഉണ്ട്. അതിൽ ഓപ്ഷനുണ്ട്, ഫ്യൂച്ചറും ട്രേഡ് ചെയ്യുന്നുണ്ട്. നിഫ്റ്റി ബാങ്ക് ഉണ്ട്, അതിലുമുണ്ട് ഓപ്ഷനും ഫ്യൂച്ചറും ട്രേഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് ഉണ്ട്, നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട്, ഇതിലെല്ലാം ഓപ്ഷനും ഉണ്ട്, ഫ്യൂച്ചറും ട്രേഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഡെറിവേറ്റീവ് ട്രേഡിലുള്ള നിഫ്റ്റി നെക്സ്റ്റ് 50 അതിനകത്ത് ഓപ്ഷൻ ട്രേഡിംഗ് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഫ്യൂച്ചർ അവൈലബിൾ അല്ല ട്രേഡിംഗ്. പിന്നെ ബ്രോഡ് മാർക്കറ്റ് ഇൻഡിസസ് BMI, അതിനകത്ത് നമുക്ക് നിഫ്റ്റി 100, നിഫ്റ്റിയുടെ 200, നിഫ്റ്റിയുടെ 500 എന്ന് പറഞ്ഞാൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന സ്റ്റോക്കുകളുടെ എണ്ണമാണ് ഈ പറയുന്നത്. നിഫ്റ്റി 100, നിഫ്റ്റി 200, നിഫ്റ്റി 500, പിന്നെ മിഡ് ക്യാപ് 50, മിഡ് ക്യാപ്പിൻ്റെ 100 സ്റ്റോക്കുകൾ, ഇതൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് നിഫ്റ്റി ടോട്ടൽ എന്ന് പറയുമ്പോൾ ടോട്ടൽ മാർക്കറ്റിൻ്റേതായ ഒരു ഇൻഡെക്സും ഉണ്ട് അതിനകത്ത്. അത് കഴിയുമ്പോൾ നമുക്ക് സെക്ടോറിയൽ ഇൻഡിസസ് ഉണ്ട്. സെക്ടോറിയൽ വരുമ്പോൾ ഓരോ സെക്ടറായിട്ടാണ്. ഓട്ടോമൊബൈൽ സെക്ടർ ആകുമ്പോൾ നിഫ്റ്റിയുടെ ഓട്ടോ ഇൻഡെക്സ് ഉണ്ട്. ഫൈനാൻഷ്യൽ സർവീസിൻ്റെ നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസ് ഉണ്ട്. ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സിൻ്റെ അത് വരുമ്പോൾ FMCG ഇൻഡെക്സുകളുണ്ട്. IT ആൻഡ് മീഡിയയുടെ വരുമ്പോൾ മീഡിയ ഒക്കെ ഉണ്ട്. പിന്നെ ഒരു സ്ട്രാറ്റജി ഇൻഡെക്സ് ഉണ്ട്, അത് നമുക്ക് നിഫ്റ്റി ഗ്രോത്ത് സെലക്ടർ എന്ന് പറയും. നിഫ്റ്റിയുടെ 50 വാല്യൂ 20 എന്നൊക്കെ പറയുന്നുണ്ട്. നിഫ്റ്റി ആൽഫ 50 എന്നൊക്കെ പറയുന്നത് അതുണ്ട്. നിഫ്റ്റി 50 ഈക്വൽ വെയ്റ്റ് എന്നൊക്കെ പറയുന്നതാണ് ഈ സ്ട്രാറ്റജി ഇൻഡെക്സിനകത്ത് വരുന്നത്. ഫിക്സഡ് ഇൻകം അത് വരുമ്പോൾ അതിനകത്ത് ബോണ്ടുകളും പിന്നെ ഗവൺമെൻറ് സെക്യൂരിറ്റി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് NSEയുടെ സൈറ്റിൽ നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ എക്സൽ ഷീറ്റിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ ഇൻഡിസസ് കൊണ്ടുള്ള പ്രയോജനങ്ങളുണ്ട് ഇൻഡെക്സുകൾ. അത് ബെഞ്ച് മാർക്കിംഗ് ഒരു മാനദണ്ഡമാണ്, നമുക്ക് ഒരു അളവുകോൽ പോലെ ഉപയോഗിക്കാം. ഒരു സ്റ്റോക്കിൻ്റെ പെർഫോമൻസിൻ്റെ, ഒരു സെക്ടറിൻ്റെ പെർഫോമൻസ്, ഒരു പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസ്, അതൊക്കെ നമുക്ക് ഈ ഇൻഡെക്സ് കൊണ്ടുവരുമ്പോൾ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. പിന്നെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ്, പേഴ്സണലി ട്രെൻഡുകളൊക്കെ മാർക്കറ്റിൻ്റെ, ഇപ്പം ഒരു ബുള്ളിഷ് ട്രെൻഡിലാണോ സ്റ്റോക്കുകളൊക്കെ, ഒരു സെഗ്മെൻറ്റ് ഏത് സെഗ്മെൻറ്റാണ് ബുള്ളിഷ് ട്രെൻഡ് നിൽക്കുന്നത്, ഓവറോൾ നമുക്ക് മാർക്കറ്റിൻ്റെ എല്ലാം അനലൈസ് ചെയ്യാൻ നമുക്ക് ഇൻഡെക്സുകളും ഇൻഡിസസും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഡൈവേഴ്സിഫിക്കേഷൻ, നമുക്ക് ഒരു ഇപ്പം ഇൻഡെക്സ് ഫണ്ടിൻ്റെ ഗ്രോത്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡെക്സ് ഫണ്ടിലോട്ട് മാറാം. ETF-ൻ്റെ ഉണ്ട്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ഉണ്ട്, അതിനകത്താണെങ്കിൽ അതിലേക്ക് മാറാം. ഇങ്ങനെ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഫണ്ട്, ഓരോ ഏത് മേഖലയിലാണ് നമുക്ക് കൂടുതൽ പ്രയോജനം വരുന്നത്, ഏതിലാണ് കൂടുതൽ ലോസ് വരുന്നത് വെച്ചാൽ അത് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് പ്രയോജനമുള്ള മേഖലയിലോട്ടൊക്കെ മാറാൻ നമുക്ക് ഇൻഡെക്സ് ഇൻഡിസസ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇൻഡെക്സിനെ ബാധിക്കുന്ന പല ഘടകങ്ങളുണ്ട്. അതിലൊന്ന് എക്കണോമിക് ഫാക്ടേഴ്സ്. നമുക്കറിയാവുന്ന കാര്യമാണ്, RBIയുടെ അനൗൺസ്മെൻറ്റുകളൊക്കെ വരുമ്പോൾ മാർക്കറ്റിൽ നല്ല ഫ്ലക്ച്വേഷൻ വരും. അതായത് ഇൻട്രസ്റ്റ് റേറ്റ്സ്, ഇൻഫ്ലേഷൻ ഡാറ്റാസൊക്കെ വരുമ്പോൾ, GDPയുടെ ഡാറ്റ ഒക്കെ അനൗൺസ് ചെയ്യുമ്പോൾ എക്കണോമിക് ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യും. പിന്നെ പൊളിറ്റിക്കൽ ഇവൻറ്റ്സാണ്, എലക്ഷൻ, പൊളിറ്റിക്കൽ ചേഞ്ച്, സ്റ്റേബിൾ ഗവൺമെൻറ് അല്ല അധികാരത്തിൽ വരുന്നതെന്നുള്ളൊരു തോന്നലൊക്കെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് നന്നായിട്ട് റിയാക്ട് ചെയ്യും. പിന്നെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ഒരുപാട് റൂമറുകളുണ്ട് മാർക്കറ്റിൽ എപ്പോഴും. അപ്പം അതിനും ഒരു പോസിബിലിറ്റി ഉണ്ട്, ഇൻഡെക്സിൽ അഫക്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് ഇൻവെസ്റ്റേഴ്സിന് റൂമറുകളൊക്കെ പുറകെ പോകുമ്പോൾ അതിനനുസരിച്ചിട്ട് മാർക്കറ്റിലൊരു സിറ്റുവേഷൻ. പിന്നെ ഗ്ലോബൽ ഇവൻറ്റ്സ് ഉണ്ട്. ഇപ്പോഴത്തെ കണ്ടീഷൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, ഇൻ്റർനാഷണൽ ട്രേഡ്, കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ്സ് വരുന്ന മാറ്റങ്ങൾ, പിന്നെ വാർ, അങ്ങനെയൊക്കെയുള്ള സെഗ്മെൻറ്റ് ഇത് ഘട്ടങ്ങൾ വരുമ്പോൾ അത് നമ്മൾ ഇൻഡെക്സിനെ അഫക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ഇത് ഈ ഇൻഡെക്സും ഇൻഡെക്സസും പറഞ്ഞപ്പോൾ നമ്മൾ F&O സെഗ്മെൻ്റ് ഉണ്ട്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിൽ കുറേ സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. അതും കൂടെ നമ്മൾ ഇത് നോക്കുന്നുണ്ട്. F&O സെഗ്മെൻറ്റ് കൂടെ നമ്മളൊന്ന് നോക്കും. അപ്പോൾ എല്ലാ സ്റ്റോക്കുകളും F&O സെഗ്മെൻറ്റ് ഇല്ല, ചില ക്രൈറ്റീരിയ അനുസരിച്ചിട്ട്, അതായത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, ട്രേഡിംഗ് വോളിയം, അങ്ങനെ മാർക്കറ്റ് വൈഡ് പൊസിഷൻസ് മിക്സൊക്കെ നോക്കിയിട്ടാണ് കുറേ സ്റ്റോക്കുകൾ F&O സെഗ്മെൻറ്റിലും ട്രേഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൻ്റെയും കൂടെ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഇതിൽ നോക്കുന്നുണ്ട്, എക്സൽ ഷീറ്റിൽ. നമ്മുടെ എക്സൽ ഷീറ്റിൽ പോകുമ്പം ഏകദേശം ഈ രീതിയിലാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. നമുക്ക് ഈ ഇൻഡെക്സും ഇൻഡിസസും ഒക്കെ NSEയുടെ സൈറ്റിൽ നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് ഈ നമ്മുടെ എക്സൽ ഷീറ്റിൽ വന്നിട്ട് നമുക്ക് അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്കിപ്പം NSEയുടെ സൈറ്റിലേക്ക് തന്നെ പോകാം, അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ഇപ്പം ഇവിടെ വരുന്നിട്ട് NSE സൈറ്റിൽ വന്നിട്ട് മാർക്കറ്റ് ഡാറ്റയിൽ പോവുക. മാർക്കറ്റ് ഡാറ്റയിൽ നിന്ന് നമ്മുടെ ഇൻഡിസസ് സെലക്ട് ചെയ്യുക.
അപ്പോൾ അവിടെ വരും. നമ്മൾ നേരത്തെ കണ്ടപോലെ തന്നെ ആദ്യം തന്നെ എലിജിബിൾ ഇൻ ഡെറിവേറ്റീവ് ട്രേഡ്സ്. അപ്പോൾ അതിനകത്ത് തന്നെ വരുന്നുണ്ട് നിഫ്റ്റി 50 ഉണ്ട്, നിഫ്റ്റി നെക്സ്റ്റ് 50 ഉണ്ട്, നിഫ്റ്റി ബാങ്ക് ഉണ്ട്, നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് ഉണ്ട്, നിഫ്റ്റി മിഡ് ക്യാപ്പ്. ഇതിൽ ഈ നിഫ്റ്റി നെക്സ്റ്റ് 50 ഒഴികെ ബാക്കി എല്ലാത്തിനും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡിംഗ് ഉണ്ട്. നിഫ്റ്റി നെക്സ്റ്റ് 50ക്ക് ഓൺലി ഓപ്ഷൻ ട്രേഡിംഗ് മാത്രമേ ഉള്ളൂ. പിന്നെ ബ്രോഡ് മാർക്കറ്റ് ഇൻഡിസസ് വരുമ്പോൾ നിഫ്റ്റിയുടെ അത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതാണ്, നിഫ്റ്റി 100, 200, 500 അങ്ങനെ വരുന്നുണ്ട്. ഇതിനകത്തൊരു ഇന്ത്യ വിക്സ് ഉണ്ട്. ഇത് വോളറ്റിലിറ്റിയുടെ ഇൻഡെക്സ് ആണ്. അതും ഇതിനകത്ത് തന്നെയാണ്. ബ്രോഡ് മാർക്കറ്റ് ഇൻഡിസസിനകത്താണ് അത് കാണിക്കുന്നത്. ഇന്ത്യ വിക്സ്, മിഡ് ക്യാപ്പ് 150 ഇതെല്ലാം ഉണ്ട്. അപ്പം അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് സെക്ടോറിയൽ ഇൻഡിസസ് ഉണ്ട്. അതിപ്പം ഓരോ സെക്ഷനായിട്ടാണ്. ഓട്ടോമൊബൈൽ, ഫൈനാൻഷ്യൽ സർവീസസ്, FMCG, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്, പിന്നെ IT, മീഡിയ, മെറ്റൽ, ഫാർമ, ഇതെല്ലാം സെക്ടോറിയൽ ഓരോ സെക്ടേഴ്സിൻ്റെയാണിത്. ഈ ഇൻഡെക്സുകളെല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ ഉള്ളത് സ്ട്രാറ്റജി ഇൻഡെക്സ്. അത് ഞാൻ 1-2 എണ്ണം പറഞ്ഞായിരുന്നു അവിടെ. നിഫ്റ്റി ഗ്രോത്ത് ഇതൊക്കെ. ഇതിൽ ഈ സ്ട്രാറ്റജി ഇൻഡെക്സ് സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അധികം ഉപയോഗിക്കാറില്ല. അത് വലിയ ഫണ്ടുകളും ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ അവരുടെ പോർട്ട്ഫോളിയോ മോണിറ്റർ ചെയ്യുന്നവരും അങ്ങനെയുള്ളവരാണ് ഇത് കൂടുതലായിട്ടിത് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം എല്ലാവർക്കും ഉപയോഗിക്കാം. നമുക്ക് സാധാരണ ആയിട്ട് ഉപയോഗത്തിലുള്ളതാണ്. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് വിടുകയാണത്. നമുക്ക് ഈ ഒരു തിമാറ്റിക് അതുകൂടെ നോക്കാം. തിമാറ്റിക് ഇൻഡിസസ് ഉണ്ട്. അപ്പം അതിനകത്ത് നിഫ്റ്റി കമ്മോഡിറ്റീസ് ഉണ്ട്, നിഫ്റ്റി ഇന്ത്യ കൺസംപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതും സെക്ടോറിയലും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ടോറിയൽ ഇൻഡിസസ് നമ്മൾ ഇപ്പം ഓട്ടോമൊബൈൽ ഇതിൽ ഓട്ടോമൊബൈൽ സെക്ടർ എടുക്കുന്നു. പക്ഷേ ഇവിടെ ഇന്ത്യ കൺസംപ്ഷൻ എന്ന് പറയുന്നതിനകത്ത് ഈ കൺസംപ്ഷൻ ഫണ്ടിനകത്ത് ഓട്ടോമൊബൈൽ സെക്ടറും ഫാർമ അങ്ങനെയുള്ള പല കമ്പനികളും ഇൻക്ലൂഡഡ് ആണ്. സെക്ടോറിയൽ ഒരു സെക്ടറിന് വേണ്ടി മാത്രമാണെങ്കിൽ ഇത് കുറച്ചുകൂടെ വിശാലമായ കാഴ്ചപ്പാടാണ്. ഇത് കുറച്ചുകൂടെ വലിയ ഇൻഡെക്സാണിത്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും സെക്ടോറിയൽ വരുമ്പോൾ അത് ട്രാക്ക് ദ പെർഫോമൻസ് ഓഫ് എ പർട്ടിക്കുലർ സെക്ടർ, ആ ഒരു സെക്ടർ മാത്രമേ ഇത് നോക്കുന്നുള്ളൂ. പക്ഷേ തിമാറ്റിക് ഇൻഡെക്സസ് വരുമ്പോൾ ഓവർവ്യൂ ഓഫ് ഓൾ ദ കമ്പനീസ് ബിലോങ് ടു എ സ്പെസിഫിക് തീം. ഈ കൺസെപ്ഷൻ എന്ന് പറയുന്ന ഒരു തീമിലാകുമ്പോഴാണ് ഓട്ടോമൊബൈൽ സെക്ടർ വരും, ഫാർമ വരും, അങ്ങനെ പലതും വരും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഇത് CPSE ഒരുപക്ഷെ അറിയാമായിരിക്കും. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയപ്പോൾ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കമ്പനികളെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു ഗവൺമെൻറ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സെൻട്രൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് തന്നെയാണ് ഇത് മാറി. ഇത് ഗവൺമെൻറ്റിൻ്റെ സ്റ്റേക്കുകൾ ഇൻഡിവിജ്വൽ ഇതിനും ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ അവർ കൊടുത്തു കഴിഞ്ഞപ്പോൾ അങ്ങനെ PSE കമ്പനികളാണ് ഈ CPSE ആയിട്ട് മാറിയേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് BEL, മറ്റേ കോൾ ഇന്ത്യ, NDPC, NHPC അങ്ങനെയുള്ള കമ്പനികളൊക്കെ നമുക്ക് ഈ CPSEക്കകത്ത് കാണാൻ പറ്റും. ഇതെല്ലാം തിമാറ്റിക്കലാണ് വരുന്നത്. നിഫ്റ്റി എനർജി, ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, പിന്നെ ഹൗസിങ്ങിൻ്റെ വരുമ്പോൾ തന്നെ അതിനും 1-2 ഡിവിഷൻസ് ഉണ്ട്. കോർ ഹൗസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിഫ്റ്റി ഹൗസിംഗ് വരുമ്പോൾ അതിനകത്ത് കോർ ഹൗസിംഗ് എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. പിന്നെ നിഫ്റ്റി IPO ഒക്കെ ഉണ്ട്. ഇതെല്ലാം തിമാറ്റിക് ഇൻഡെക്സാണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഫിക്സഡ് ഇൻകമാണ്. അതിനകത്ത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഉണ്ട് കുറേ, പിന്നെ കുറച്ച് ഇതുണ്ട്, ബോണ്ട് ഇൻഡെക്സുകളുമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കൂടുതലായി ഡീറ്റെയിലായിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൈറ്റിലൊക്കെ നോക്കിയാൽ മതി. ഇപ്പം ഇതിൻ്റെ നിഫ്റ്റി ഭാരത് ബോണ്ടിൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള ബോണ്ടുകൾ എന്തൊക്കെയാണെന്ന് പറയുന്നതെങ്കിൽ നമുക്കിവിടെ സൈറ്റുകളുണ്ട്, അത് നോക്കാമെങ്കിൽ കാണാം. അപ്പം ഇതിനകത്ത് കാണാൻ പറ്റും. അതിൻ്റെ ഇൻഡെക്സ് കോൺസ്റ്റിറ്റ്യൂൻസ് ആണ് മറ്റേ നിഫ്റ്റി ഭാരത് ബോണ്ടിൻ്റെ. പിന്നെ സെക്യൂരിറ്റീസ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് പറഞ്ഞാൽ അതും RBIയുടെ സൈറ്റിൽ നോക്കാമെങ്കിൽ നമുക്ക് അതും കാണാൻ പറ്റും. അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും RBIയുടെ സൈറ്റിൽ. ഇപ്പോൾ ഈ ഓരോ ഇൻഡിസസിലെ ഓരോന്നിനെയും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം അതിനകത്തുള്ള സ്റ്റോക്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നിഫ്റ്റി 50 നമ്മൾ സെലക്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള സ്റ്റോക്കുകൾ എത്ര എണ്ണം അഡ്വാൻസ് ആണ്, എത്ര എണ്ണം ഡിക്ലൈൻസ് ആണ്,
അപ്പം അൺചേഞ്ച്ഡ് എത്രയാണ്, അതായത് 50 സ്റ്റോക്ക് ഉള്ളതിൽ 17 എണ്ണം 37 എണ്ണം കുറഞ്ഞ് നിൽക്കുകയാണ്, 12 എണ്ണം കൂടി നിൽക്കുകയാണ്, ഒരെണ്ണം അൺചേഞ്ച്ഡ് ആണ്. അങ്ങനെ അതുപോലെ അതിനകത്ത് ഉള്ള ഓരോ സ്റ്റോക്കുകളിൽ എത്ര പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട്, എന്ത് വന്നിട്ടുണ്ട്, പ്രീവിയസ് ക്ലോസ് എന്തായിരുന്നു, വോളിയം എത്ര വോളിയത്തിലാണ് ട്രേഡ് ആയിട്ടുള്ളത്, 52 വീക്സ് അതായത് 1 ഇയർ ഹൈ എത്രയാണ്, ലോ എത്രയാണെന്നൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഈ സാധനങ്ങളെല്ലാം നമുക്ക് എക്സൽ ഷീറ്റിലും അനലൈസ് ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിക്കാം. ഒരെണ്ണം കൂടെ നമുക്ക് നോക്കിയിട്ട്. ഇപ്പോൾ ഇവിടുന്ന് നിഫ്റ്റി 50ക്ക് പകരം നമ്മളിപ്പം ഒരു മിഡ് ക്യാപ് 50 ഇവിടുന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നമുക്കത് നോക്കാം. മിഡ് ക്യാപ് 50 എന്ന് പറയുമ്പോൾ അതിനകത്ത് 50 സ്റ്റോക്കുകളുണ്ട്. അതിനകത്ത് ഇവിടെ തന്നെ അറിയാം, അഡ്വാൻസസ് 10, ഡിക്ലൈൻസ് 40 സ്റ്റോക്കുകൾ അതിൽ കുറഞ്ഞു നിൽക്കുകയാണ്. ഇങ്ങനെ എല്ലാ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ഇൻഡസ്ട്രീസിനും നമുക്ക് ഇങ്ങനെ നോക്കാൻ പറ്റും. അതിനകത്ത് സ്റ്റോക്കുകൾ എന്തൊക്കെയാണ്, അതെല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാൻ പറ്റും. നമുക്ക് ഇനിയിപ്പം എക്സൽ ഷീറ്റിൽ പോയിട്ട് ഒന്ന് തുടങ്ങി വെക്കാം. അത് നമ്മൾ സൈറ്റിൽ NSE സൈറ്റിൽ കണ്ട അതേ കണ്ടൻറ്റുകളെല്ലാം ഇവിടെയും നമുക്ക് കാണാൻ പറ്റും. ഇൻഡെക്സ് സിമ്പലെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഏത് സെഗ്മെൻ്റ് ആണെന്നുള്ളത് അറിയാം. ബ്രോഡ് മാർക്കറ്റിലാണ് നിഫ്റ്റി 100 ആണ്, അതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഓരോ പോർഷനായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഓൺലി ബ്രോഡ് മാർക്കറ്റ് ഇൻഡസ്ട്രീസ് മാത്രമാണെങ്കിൽ നമുക്ക് അതിവിടെ നോക്കാം. അതിലെ സ്റ്റോക്കുകൾ, അതിൻ്റെ ലാസ്റ്റ് ട്രേഡ് പ്രൈസ്, പെർസെൻറ്റേജ് എത്ര കൂടിയിട്ടുണ്ട്. അതൊരു ഗ്രാഫിക്കൽ ഷേപ്പിലും ഇവിടെ ഉണ്ട്. നമുക്കിപ്പം ഇവിടെ നോക്കാം. ഇത് തന്നെ അറിയാം, ഇന്ത്യ വിക്സ് മാത്രമേ കൂടിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം കുറഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ ഇതിനകത്ത് ഇപ്പം നിഫ്റ്റി 50 ബ്രോഡ് മാർക്കറ്റ് ഇൻഡസ്ട്രീസിൽ BMIയിൽ ഉള്ള ഓരോ ഇൻഡെക്സുകളും അതിനകത്തുള്ള സ്റ്റോക്കുകളെല്ലാം നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ഇതിനകത്ത് നിഫ്റ്റി 500, നിഫ്റ്റി മൈക്രോ ക്യാപ്, ടോട്ടൽ മാർക്കറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഇൻഡെക്സുകൾ നമ്മൾ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം നിഫ്റ്റി 200 ആണ് ഇപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നത്. പിന്നെ അത് നമുക്കിവിടെ വന്നപ്പോൾ ഓപ്പൺ, ഹൈ, ലോ, ലാസ്റ്റ് ട്രേഡ് പ്രൈസസ്, അഡ്വാൻസസ്, ഡിക്ലൈൻസ് ഇവിടെ കാണിക്കും. അതോടൊപ്പം തന്നെ രാവിലെ ഇതിപ്പോൾ ഇന്നിപ്പം 2 മണി കഴിഞ്ഞിട്ടുള്ള ഡാറ്റയാണ്. അപ്പോൾ അതിനോടൊപ്പം ഒരു സിഗ്നൽസും വരും. എന്തെങ്കിലും അതിനകത്ത് ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അത് ലോങ് നമുക്ക് കാണിക്കും. അതിൻ്റെ പ്രൈസ് എത്രയാണ് നമ്മൾ ബൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഷോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ വരും. സ്റ്റോപ്പ് ലോസ് ഇവിടെ വരും. പിന്നെ പെർസെൻറ്റേജ് എൻഡ് ഓഫ് ഡേ, ഇതിപ്പോൾ എൻഡ് ഓഫ് ഡേ എന്ന് വെച്ചാൽ ക്ലോസിംഗ് റേറ്റ് ഇല്ല, ലാസ്റ്റ് ട്രേഡ് പ്രൈസ് വെച്ചിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് ട്രേഡ് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പൊസിഷൻ ഇപ്പോൾ എന്ത് പ്രോഫിറ്റ് ഉണ്ട് അല്ലെങ്കിൽ ലോസ് ഉണ്ടെന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പം സെല്ല് ചെയ്യേണ്ടതാണെങ്കിൽ അത് ഷോർട്ട് എന്ന് കാണിക്കും. ഇത് എത്രയാണ് ഷോർട്ട് ചെയ്യേണ്ടത്, ഇത് സ്റ്റോപ്പ് ലോസ് ആണ് എത്ര നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എത്ര കിട്ടിയെന്നുള്ളത് ഇവിടെ കാണിക്കും. അപ്പോൾ ഇതിനിപ്പം നമുക്കിപ്പം ഈ നിഫ്റ്റി 200 പകരം നമുക്ക് വേറൊരെണ്ണം എടുക്കാം. ഇപ്പം ഒരു മിഡ് ക്യാപ് 100 നമുക്ക് എടുക്കാം. മിഡ് ക്യാപ് 100 എടുത്തു, ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ റിഫ്രഷ് ചെയ്താൽ മതി. റിഫ്രഷ്, ഇത് ലോഡ് ആയിട്ടുണ്ട്, നിഫ്റ്റി മിഡ് ക്യാപ് ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു നോക്കാം. ഷോർട്ടിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നിഫ്റ്റി മിഡ് ക്യാപ്പിൻ്റെ ഇൻഡെക്സ് നോക്കാമെങ്കിൽ തന്നെ നമുക്കറിയാം ലാസ്റ്റ് ട്രേഡർ പ്രൈസസ് ഇതാണ്. ഇൻഡെക്സിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് 0.79% കുറഞ്ഞ് നിൽക്കുകയാണ്.